ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കലാമേളയ്ക്ക് കൊടിയിറങ്ങാൻ ഇനി 2 നാൾ മാത്രം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കലോത്സവം കുറ്റമറ്റതാക്കിയ തൃപ്തിയിലാണ് കോഴിക്കോട്ടെ മേള സംഘാടകർ. പ്രധാന വാർത്തകളിലേക്ക്. കലോത്സവം പാലക്കാടും കോഴിക്കോടും ഒപ്പത്തിനൊപ്പം, തൃശൂർ തൊട്ടുപിന്നിൽ. ഭാഷാ അധ്യാപകരെ പോലെ മറ്റുള്ള അധ്യാപകരെ കണക്കാക്കുമെന്നും മറ്റ് വിഷയങ്ങൾക്കും ഭാഷകൾക്കും നൽകുന്ന പരിഗണന സംസ്കൃതത്തിന് നൽകുമെന്നും മന്ത്രി അബ്ദുറബ്ബ്. അറബിക് സാഹിത്യോത്സവവും സംസ്കൃതോത്സവവും ആരംഭിച്ചു. കലോത്സവ ഊട്ടുപുരയിൽ വളയിട്ട കൈകൾ മാത്രം. വാർത്തകൾ വിശദമായി. ഭാഷാ അധ്യാപകരെ മറ്റുള്ള അധ്യാപകരെ പോലെ തന്നെ കണക്കാക്കുകയാണ് വേണ്ടതെന്ന് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബ്. സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അറബിക് സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാഷാ അധ്യാപകരെ മറ്റുള്ള അധ്യാപകരെ പോലെ കാണുകയാണ് വേണ്ടതെന്ന് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബ് സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അറബിക് സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിശ്ചയിച്ച കുട്ടികളുടെ എണ്ണമുള്ള വിദ്യാലയങ്ങളിൽ അറബിക് കോളേജ് സ്ഥാപിക്കുവാനും സർക്കാരിന് ചുമതലയുണ്ടെന്നും ഭാഷാ അധ്യാപകരുടെ HM പ്രൊമോഷന് വേണ്ട നടപടികൾ എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അറബി അധ്യാപക സമൂഹത്തെയും അറബി ഭാഷാ പഠനത്തെയും ഇന്നത്തെ നിലയിൽ എത്തിക്കുന്നതിന് ആദ്യമായ പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തതാണ്. സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി അറബിക് സെമിനാറും ഭാഷാ പണ്ഡിതന്മാരെ ആദരിക്കുകയും ചെയ്തു. കോർപ്പറേഷൻ മേയർ AK പ്രേമജം അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി MK മുനീർ, അറബിക് സാഹിത്യോത്സവ കൺവീനർ PP ഫിറോസ്, ഡെപ്യൂട്ടി മേയർ PT അബ്ദുൽ ലത്തീഫ്, മുൻ ASO MS മൌലവി, ഡോക്ടർ ഹുസൈൻ മടവൂർ, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് MT പത്മ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കലയും ജീവിതവും എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായ രഞ്ജിത്ത് വിദ്യാർത്ഥികളുമായി സംവാദം നടത്തി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായാണ് സംവാദ പരിപാടി സംഘടിപ്പിച്ചത്. 55ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരികോത്സവത്തിൽ കലയും ജീവിതവും എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായ രഞ്ജിത്ത് കുട്ടികളുമായി സംസാരിക്കുകയായിരുന്നു. വളരെ കൌതുകത്തോടെ കൂടിയാണ് വിദ്യാർത്ഥികൾ രഞ്ജിത്തുമായി സംവാദം നടത്തിയത്. സിനിമകളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും കൂടുതൽ അറിയാൻ കാണികൾക്ക് ഏറെ തിടുക്കമായി. ഒരു സംഗീത ഗുണമുള്ളതൊന്നും ഇഷ്ടമാവുകയില്ല എന്നുള്ള അണ്ടർ എസ്റ്റിമേഷന്റെ ഭാഗമായിട്ടാവാം, നിങ്ങൾക്കിതേ രുചിക്കുകയുള്ളൂ എന്ന് കരുതിയിട്ടാവാം ഉണ്ടാക്കുന്ന പാട്ടുകൾക്ക് കഥാസന്ദർഭമോ അതിന്റെ രചനാപരമായിട്ടുള്ള സന്ദർഭത്തിനെ വിശദീകരിക്കലാണല്ലോ ആ രചന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊന്നും തന്നെ ആവശ്യമില്ല, വെറും ശബ്ദ കോലാഹലങ്ങൾ മാത്രമാണ്. ദേവാസുരം, ആറാം തമ്പുരാൻ എന്നീ ആക്ഷൻ സിനിമകൾ ചെയ്ത താങ്കൾ എന്തുകൊണ്ടാണ് ബാവുട്ടിയുടെ നാമത്തിൽ എന്ന സിനിമ നന്മ നിറഞ്ഞതായിപ്പോയത്, എന്തു പറ്റിപ്പോയി നമ്മുടെ സംവിധായകനെ എന്ന ഈ ചോദ്യം സംവിധായകനെ ഏറെ രസിപ്പിച്ചു കളഞ്ഞു. കൺവീനർ രാജൻ, ഹക്കീം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ആയിരങ്ങളെ ഊട്ടാൻ കലോത്സവ വേദിയിൽ വളയിട്ട കൈകൾ മാത്രം. സ്കൂൾ കലോത്സവ ചരിത്രത്തിലാദ്യമായാണ് വനിതകൾ മാത്രം സദ്യ വിളമ്പാനെത്തിയത്. അധ്യാപികമാരും വനിതാ സംഘടനാ പ്രവർത്തകരുമടങ്ങിയ സംഘമാണ് ഈ ഭഗീരഥ പ്രയത്നത്തിനെത്തിയത്. 55ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും സ്ത്രീ സാന്നിധ്യം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി. കലോത്സവത്തിന്റെ ഭക്ഷണശാലയാണ് പെൺകരുത്തിനാൽ ശ്രദ്ധിക്കപ്പെട്ടത്. അതിഥികൾക്ക് ഭക്ഷണം വിളമ്പാനുള്ള വലിയൊരു ഉത്തരവാദിത്വവും ദൌത്യവുമാണ് കോഴിക്കോട്ടെ ഈ പെൺകൂട്ടായ്മ ഏറ്റെടുത്തത്. സ്ത്രീകൾ ഭക്ഷണം വിളമ്പുമ്പോൾ അത് മാതൃത്വത്തിന്റെ പ്രതീകം കൂടിയാണെന്ന് കൈതപ്പൊയിൽ സ്കൂൾ പ്രധാന അധ്യാപികയായ ഇന്ദിര പറയുന്നു. ഇത്രയും ആൾക്കാർക്ക് ഭക്ഷണം വിളമ്പാൻ അധ്യാപികമാർ തയ്യാറെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് വനിതകൾ അവരുടെ ഭക്ഷണം വിളമ്പുന്നതിന്റെ അവർക്കുള്ള ഒരു താല്പര്യവും അവര് വളരെ സ്നേഹത്തോടു കൂടി ഭക്ഷണത്തോടൊപ്പം അവര് സ്നേഹവും വിളമ്പുക എന്നുള്ളത് വനിതകളുടെ ഒരു പ്രത്യേകതയാണ്.
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് ഇത്തരത്തിൽ ഭക്ഷണം അതിഥികൾക്ക് വിളമ്പിക്കൊടുക്കാനുള്ള തീരുമാനം സ്ത്രീ കൂട്ടായ്മ ഏറ്റെടുത്തത്. ഒരു കൂട്ടം അധ്യാപികമാരുടെയും മറ്റു സ്ത്രീകളുടെയും ശ്രമഫലമായാണ് കലവറ പെൺകരുത്തിന്റെ അധീനതയിലായത്. കലോത്സവ വേദി നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന ചവിട്ടുനാടകം ആഖ്യാന രീതി കൊണ്ടും ആവിഷ്കാര ഭംഗി കൊണ്ടും ശ്രദ്ധേയമായി. ഹയർ സെക്കൻഡറി വിഭാഗം ചവിട്ടുനാടകമാണ് നടന്നത്. ചവിട്ടുനാടകത്തിലെ ചടുല താളങ്ങളും പാട്ടിലെ ഈണങ്ങളും ഏത് കലാസ്വാദകരെയും പിടിച്ചിരുത്തും. ഉത്സവഭൂമിയിൽ ഉയർന്നു പൊങ്ങുന്ന പൊടിപടലങ്ങളെ അടക്കി നിർത്താൻ അഗ്നിശമന സേനാ വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നു. ജനങ്ങളെ വലയ്ക്കുന്ന പൊടിശല്യം ഏതാനും മണിക്കൂറുകൾ കൊണ്ടാണ് അഗ്നിശമന സേന ശമിപ്പിക്കുന്നത്. കലോത്സവ വേദിയിൽ ഉയർന്നു പൊങ്ങുന്ന പൊടിപടലങ്ങളെ അടക്കി നിർത്താൻ അഗ്നിശമന സേന വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നു. അഗ്നിശമന സേനയുടെ വാഹനത്തിൽ വെള്ളമെത്തിച്ച് പമ്പ് വഴി വേദിയുടെ പ്രവേശന കവാടം മുതൽ മീഡിയ സെന്റർ വരെ നനയ്ക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങളെ വലയ്ക്കുന്ന പൊടിശല്യം ഏതാനും മണിക്കൂർ കൊണ്ടാണ് ഫയർഫോഴ്സ് ശമിപ്പിക്കുന്നത്. അടങ്ങിയ മണ്ണിൻ മുകളിൽ പച്ചപ്പരവതാനി വിരിച്ചത് പൊടി ഉയർന്നു പൊങ്ങുന്നതിൽ നിന്നും അല്പം ആശ്വാസം പകരുന്നതാണ്. വേദിയിൽ അഗ്നിശമന സേനയുടെ ഒരു വാഹനം ഇതിനായി തമ്പടിച്ചിട്ടുണ്ട്. പൊടിയിൽ മുങ്ങിയ ജനങ്ങളെ വെള്ളത്തിൽ കുളിപ്പിക്കുകയും ഫയർഫോഴ്സ് ചെയ്യുന്നു. കലോത്സവ വേദിയിൽ വിസ്മയ കാഴ്ചകൾ കണ്ടു നിൽക്കുന്ന കാണികളുടെ കൂട്ടത്തിലേക്ക് മുന്നറിയിപ്പില്ലാതെയാണ് വെള്ളം കൊണ്ട് ഫയർഫോഴ്സ് ചീറ്റിയെത്തുന്നത്. ഇതോടെ കലോത്സവ വേദി കൂട്ടയോട്ടത്തിനു കൂടി വേദിയാകുന്നു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. Galaxy made of ABS material. ജംബോ സർക്കസ് അമേരിക്കൻ കലാകാരുമായി ആദ്യമായി കോഴിക്കോട് സ്വപ്നനഗരിയിൽ. മണിപ്പൂരി കലാകാരന്മാരുടെ ആക്രോബാറ്റിക്സ്, യുവസുന്ദരികളുടെ നയന മനോഹരമായ അറേബ്യൻ ഡാൻസ്, ആന കുതിര എന്നിവയുടെ വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങൾ എല്ലാം നേരിൽ ദർശിക്കുവാൻ വേണ്ടി നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് കോഴിക്കോട് സ്വപ്നനഗരിയിലേക്ക്. ദിവസേന 3 പ്രദർശനങ്ങൾ. ഉച്ചക്ക് 1 മണിക്ക്, വൈകുന്നേരം 4 മണിക്ക്, രാത്രി 7 മണിക്ക്. ജംബോ സർക്കസ് കോഴിക്കോട് സ്വപ്നനഗരിയിൽ. Kodai International Business School, a cool international B school in Kodaikanal. Awarded the best residential B school in Tamil Nadu. We offer MBA with PGDM, MCA, BBA, BCom, Central Library, hostel facility, hygienic cafeteria, fitness club, camp and trekking, annual sports meet, culturals, industrial visit. Kodai International Business School, Ugarte Nagar, Kodaikanal. Contact 98406-82832. Log on to www.auiedu.com. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ. വാർത്തകൾ തുടരുന്നു.
റീജിയണൽ സയൻസ് സെന്റർ ആൻഡ് പ്ലാനറ്റോറിയത്തിന്റെ നേതൃത്വത്തിൽ സോളാർ ആസ്ട്രോഫിസിക്സിന്റെ ശില്പശാല കോഴിക്കോട്ട് നടന്നു. GSLVയുടെ പ്രൊജക്ട് ഡയറക്ടർ ഉമാ മഹേശ്വരൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. റീജിയണൽ സയൻസ് സെന്റർ ആൻഡ് പ്ലാനറ്റോറിയത്തിന്റെ നേതൃത്വത്തിൽ സോളാർ ആസ്ട്രോഫിസിക്സിന്റെ ശില്പശാല കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജിൽ നടന്നു. പ്രൊവിഡൻസ് വുമൻസ് കോളേജ് പ്രിൻസിപ്പൽ നീത AC അധ്യക്ഷ വഹിച്ച ശില്പശാലയിൽ GSLVയുടെ പ്രൊജക്ട് ഡയറക്ടർ ഉമാ മഹേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. 9 kilometers per second or 11 kilometers per second. It should not very less than the escape velocity, of course. And at that, to reach that velocity with its mass, we need a stage like cryogenic stage. പൂനെയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോഫിസിക്സ്, വിഗ്വാൻ പ്രസാർ എന്നിവരുടെ സഹകരണത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത്. സോളാർ ഫിസിക്സുമായി ബന്ധപ്പെട്ട വിദഗ്ധർ സെമിനാർ ക്ലാസ് എടുത്തു. ബിരുദാനന്ദ ബിരുദ വിദ്യാർത്ഥികൾ, കോളേജ് അധ്യാപകർ ഉൾപ്പെടെ 100ഓളം പേർ സെമിനാറിൽ പങ്കെടുത്തു. സൗരനിരീക്ഷണത്തിന് മാത്രമായി കൊറോനാഡ സോളാർ മാക്സ് 2 ദൂരദർശിനി പ്ലാനറ്റോറിയത്തിന് സ്വന്തമാകുന്നു. സൂര്യന്റെ ദൃശ്യമുഖത്തിന്റെ ഫോട്ടോയും വീഡിയോയും ഇതുപയോഗിച്ച് എടുക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ പൊതുജനങ്ങൾക്ക് സൂര്യനെ ദൂരദർശനിലൂടെ കാണുവാനും സാധിക്കുന്നു. 2 ദിവസങ്ങളിലായാണ് ശില്പശാല നടക്കുന്നത്. ജയന്ത് ഗാംഗുലി, VS രാമചന്ദ്രൻ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. മറ്റ് വിഷയങ്ങൾക്കും ഭാഷകൾക്കും നൽകുന്ന പരിഗണന സംസ്കൃതത്തിനും നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി 31ാമത് സംസ്കൃതോത്സവം ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോടിന്റെ പണ്ഡിത സമൂഹമായ രേവതി പട്ടത്താനത്തിന്റെ പ്രൌഢിയോടെയാണ് കലോത്സവ വേദിയിൽ സംസ്കൃതോത്സവത്തിന് തിരിതെളിഞ്ഞത്. വൈവിധ്യമാർന്ന കലാരൂപങ്ങളുടെ ചാരുതയും സംസ്കാരവും സമന്വയിക്കുന്ന കോഴിക്കോടിന്റെ പവിത്ര ഭൂമികയിൽ പ്രേക്ഷക പങ്കാളിത്തം സംസ്കൃതോത്സവത്തിന് ഏറെ മാറ്റുകൂട്ടി. സംസ്കൃതോത്സവത്തിന്റെ ഭാഗമായി വിദ്യാവാചസ്പതി V. പനോളിയുടെ തിരുത്തിയാടി വീട്ടിൽ നിന്നും ടൗൺഹാളിലേക്ക് ദീപശിഖ പ്രയാണം നടത്തി. കോഴിക്കോട് ടൗൺഹാളിൽ ദീപശിഖ ഏറ്റുവാങ്ങി. സംസ്കൃതോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് നിർവഹിച്ചു. മറ്റ് വിഷയങ്ങൾക്കും ഭാഷകൾക്കും നൽകുന്ന അതേ പരിഗണന സംസ്കൃതത്തിനും നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. അതിന്റെ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയുക. സംസ്കൃതോത്സവത്തിന്റെ സംസ്കൃത സ്മരണിക MK രാഘവൻ MP പ്രകാശനം ചെയ്തു. സംസ്കൃത ശാസ്ത്ര പ്രദർശനവും കോഴിക്കോട് പുരോഗമിക്കുകയാണ്. മേയർ AK പ്രേമചം, A. പ്രദീപ് കുമാർ MLA തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഇമ്മിണി ബല്യ സുൽത്താന്റെ 107ാം പിറന്നാൾ. പിറന്നാൾ ആഘോഷങ്ങൾ ഒന്നുമില്ലെങ്കിലും പ്രിയ വായനക്കാർ പിറന്നാൾ ദിനം മനസ്സ ഏറ്റെടുത്തു. ഒരു റിപ്പോർട്ടിലേക്ക്. 1908 ജനുവരി 21 തിരുവിതാംകൂറിലെ തലയോളപ്പറമ്പ് ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പിതാവ് കായി അബ്ദുറഹിമാൻ, മാതാവ് കുഞ്ഞാത്തുമ്മ. പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളുകളിലുമായിരുന്നു. രസകരവും സാഹസികവുമാണ് ബഷീറിന്റെ ജീവിതം. സ്കൂൾ പഠനകാലത്ത് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ബഷീറിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. കാൽനടയായി എറണാകുളത്ത് ചെന്ന് കള്ളവണ്ടി കയറി കോഴിക്കോട്ടെത്തിയ ബഷീർ സ്വാതന്ത്ര്യസമര രംഗത്തേക്ക് പ്രവേശിച്ചു. ഗാന്ധിജിയെ തൊട്ടു എന്ന് പിൻകാലത്തെ അദ്ദേഹം അഭിമാനത്തോടെ പരാമർശിച്ചിട്ടുണ്ട്. 1930 കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ജയിലിലായി. പിന്നീട് ഭഗത് സിംഗ് മാതൃകയിൽ സംഘമുണ്ടാക്കി. കുറെ വർഷങ്ങൾ ഇന്ത്യയിലൊട്ടാകെ അലഞ്ഞുതിരിഞ്ഞു. അതിസാഹസികമായ ഈ കാലയളവിൽ ബഷീർ കെട്ടാത്ത വേഷങ്ങളില്ല. ഉത്തരേന്ത്യയിൽ ഹിന്ദു സന്യാസിമാരുടെയും സൂഫിമാരുടെയും കൂടെ ജീവിച്ചു. പാചകക്കാരനായും മാജിക്കുകാരന്റെ സഹായിയായും കഴിഞ്ഞു. പല ജോലികളും ചെയ്തു. അറബി നാടുകളിലും ആഫ്രിക്കയിലുമായി തുടർന്നുള്ള സഞ്ചാരം നടത്തി. ഏകദേശം 9 വർഷത്തോളം നീണ്ട ഈ യാത്രയിൽ അദ്ദേഹം പല ഭാഷകളും മനസ്സിലാക്കി. മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും തീവ്ര ദാരിദ്ര്യവും മനുഷ്യദുരയും നേരിൽ കണ്ടു. ബഷീറിന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിന്റെ സാഹിത്യം. ഇതുപോലെ സ്വതന്ത്രമായി ലോകസഞ്ചാരം നടത്തിയ എഴുത്തുകാർ മലയാള സാഹിത്യത്തിൽ വിരളമാണെന്നു തന്നെ പറയാം. ലോകം ചുറ്റുന്നിടയിൽ കണ്ടെത്തിയ ഒട്ടേറെ ജീവിത സത്യങ്ങൾ അദ്ദേഹത്തിന്റെ കൃതികളിലും കാണാം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് കൽക്കട്ടയിൽ അദ്ദേഹം ബഷീർ ഉള്ള സമയത്ത് രചിച്ച കൃതിയാണ്. ഏറെ വൈകിയാണ് ബഷീർ വിവാഹിതനായത്. 1958 ഡിസംബർ 18 ഫാബി ബഷീറാണ് ഭാര്യ. 2 മക്കളുണ്ട്, അനീസും ഷാഹിനയും. 1982 ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിലൊരാളാണ് വൈക്കം മുഹമ്മദ് ബഷീർ. 1994 ജൂലൈ 5 കോഴിക്കോട് ബേപ്പൂരിലാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. കളരി അഭ്യാസത്തിന്റെയും മെയ്വഴക്കത്തിന്റെയും കലയായ പൂരക്കളി പരമ്പരാഗത ക്ഷേത്രകലയാണ്. കലോത്സവ മത്സര ഇനമായതോടെ ഇത് സംസ്ഥാനത്തിന്റെ മുഴുവൻ കളിയായി മാറി.
ഇതുവരെയും പെൺ സാന്നിധ്യമില്ലാത്ത മത്സരമാണ് പൂരക്കളി എന്നതും ശ്രദ്ധേയം. ഹയർ സെക്കൻഡറി വിഭാഗം പൂരക്കളി മത്സരം ഗുജറാത്തി ഹാളിൽ നടന്നു. ഒപ്പനപ്പാട്ടിന്റെ ഈശലുകൾ പെയ്തിറങ്ങിയ രാവ് കലോത്സവ നഗരിക്ക് മറക്കാനാവാത്ത അനുഭവം സമ്മാനിച്ചു. മലബാറിന്റെ തനത് കലാരൂപത്തെ നെഞ്ചേറ്റിയ കാണികൾ പ്രധാന വേദി അങ്കണം നിറഞ്ഞു കവിഞ്ഞു. മണിക്കൂറുകൾ വൈകി ആരംഭിച്ച ഒപ്പന മത്സരം ആസ്വാദകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. മൈലാഞ്ചി ചുവപ്പണിഞ്ഞ മണവാട്ടിമാരെ കാണാൻ കാണികൾ ഒഴുകിയെത്തി. ഇശലുകൾ പെയ്തിറങ്ങിയ കലോത്സവരാവ് കോഴിക്കോടൻ നഗരിക്ക് മറക്കാനാവാത്ത അനുഭവമാണ് സമ്മാനിച്ചത്. ഉത്തമരായൊരു ബീവി ആയിഷ കലിലിൽ മിസാലവരായി നാളിൽ ഉമ്മുൽ മുഅ്മിനായ ശറഫുറ്റ് ഇസ്സത്ത് വിരിച്ച പൂങ്കവരേ മംഗല നാളിൽ ചമൈന്തവരേ. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ ഒപ്പന മത്സരം കാണാൻ മുഖ്യവേദിയായ മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിലെത്തിയവരുടെ എണ്ണം സംഘാടകരുടെ പ്രതീക്ഷകൾക്കപ്പുറത്തായിരുന്നു. 5.5 മണിക്കൂർ വൈകി ആരംഭിച്ച മത്സരം കാണാൻ ഉച്ചയോടെ തന്നെ ഇരിപ്പിടങ്ങൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു. മാധ്യമപ്രവർത്തകരുടെയും വിഐപികളുടെയും സീറ്റുകൾ വരെ കാണികൾ കയ്യേറി. കാണികളുടെ തിരക്ക് ഗ്രൌണ്ടിൽ നിന്ന് റോഡിലേക്ക് എത്തിയതോടെ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസും വളണ്ടിയർമാരും ഏറെ ബുദ്ധിമുട്ടി. പ്രവാചക പത്നിമാരുടെ മംഗല്യപ്പാട്ടുകൾ കൊട്ടിപ്പാടിയ മണവാട്ടിമാരെ പ്രേക്ഷകർ കയ്യടിയോടെ പ്രോത്സാഹിപ്പിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. Galaxy made of ABS material. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. റോഡിൽ വിലസുന്ന നായ്ക്കളെ തളയ്ക്കാൻ ആരുമില്ല. ബേപ്പൂരിലും പരിസരങ്ങളിലും തെരുവ് നായ്ക്കളുടെ വിളയാട്ടം. റോഡിൽ മാലിന്യം വലിച്ചെറിയുന്നതും അധികൃതരുടെ അലംഭാവവും തെരുവ് നായ്ക്കളുടെ ആക്രമണങ്ങൾക്ക് ആക്കം കൂട്ടുന്നതായി നാട്ടുകാരുടെ പരാതി ഉണ്ടായിട്ടും നടപടികൾ ഉണ്ടാവുന്നില്ല. രാത്രിയും പകലും വേർതിരിവില്ലാതെയാണ് തെരുവ് നായ്ക്കൾ അലയുന്നത്. ഇത് മാലിന്യം റോഡിൽ വലിച്ചെറിയുന്നതിന്റെ മറ്റൊരു ഭീകരമുഖമാണ്. ഭക്ഷണം യഥേഷ്ടം ലഭിക്കുന്ന നായ്ക്കൾ തിന്നുകൊടുക്കുന്നു. മാംസാവശിഷ്ടങ്ങളുടെ രുചി പിടിച്ച നായ്ക്കൾ മനുഷ്യരെയും വെറുതെ വിടുന്നില്ല. ഇതിനെതിരെ പലതവണ പരാതികൾ പല ദിക്കിൽ നിന്നും ഉണ്ടായെങ്കിലും ഇതുവരെ അധികാരികൾ കണ്ടമട്ടില്ല. പ്രതികരിക്കേണ്ടവരുടെ അനാസ്ഥ പൊതുജനത്തിന്റെ ജീവനും ഭീഷണിയാവുകയാണ്. ബേപ്പൂരിൽ വഴിയാത്രക്കാർ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയാവുന്നത് തുടർക്കഥയാണ്. കഴിഞ്ഞ ദിവസം ശിവപുരി റോഡിൽ 75 വയസ്സുള്ള അരിക്കനാട്ട് ലീല നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. മാലിന്യം റോഡിൽ വലിച്ചെറിയുന്നത് തടയുന്നതിനും തെരുവ് നായ്ക്കളെ പൂട്ടുന്നതിനും നടപടിയുണ്ടായില്ലെങ്കിൽ ഇനിയും നിരപരാധികൾ തെരുവ് നായ്ക്കളുടെ പല്ലിന്റെ മൂർച്ച അറിയേണ്ടിവരും. ഇനി ക്ഷേത്രവിശേഷങ്ങളിലേക്ക്. ബേപ്പൂർ കുനിയിൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം 3 ദിവസങ്ങളിൽ നടന്നു. ഗണപതി ഹോമത്തോടെ ആരംഭിച്ച ചടങ്ങുകൾ കലംകരിയോടെ സമാപിച്ചു. ക്ഷേത്രം തന്ത്രി മണ്ണൂർ ബ്രഹ്മശ്രീ സുകുമാര ശാസ്ത്രികൾ കാർമ്മികത്വം വഹിച്ചു. 4 ശതാബ്ദങ്ങൾക്കപ്പുറം പഴക്കമുള്ളതാണ് ബേപ്പൂർ കുനിയിൽ ശ്രീ ഭഗവതി ക്ഷേത്രം. ക്ഷേത്രത്തിലെ ഇത്തവണത്തെ താലപ്പൊലി മഹോത്സവം വിപുലമായി നടന്നു. ജനുവരി 16 പുലർച്ചെ ഗണപതി ഹോമത്തോടെ ആരംഭിച്ച ചടങ്ങുകൾ ജനുവരി 18 ഞായറാഴ്ച കലംകരിയോടുകൂടി സമാപിച്ചു. ദേവനൃത്തത്തോടും പഞ്ചവാദ്യത്തോടും കൂടി പിന്നാണത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ആഘോഷവരവിലും പിന്നീട് നടന്ന സന്ധ്യാവേളയിലും ഭക്തർ പങ്കുകൊണ്ടു.
കലശം വരവും രാത്രി നടന്ന തിറ വഴിപാടുകളും ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും മംഗല്യ സൌഭാഗ്യത്തിനും സന്താനലബ്ധിക്കും ഭഗവതിയുടെ അനുഗ്രഹം തേടിയെത്തിയ നാനാമതസ്ഥർ താലപ്പൊലി മഹോത്സവത്തിൽ പങ്കാളികളായി. ക്ഷേത്രം തന്ത്രി മണ്ണൂർ ബ്രഹ്മശ്രീ സുകുമാര ശാസ്ത്രികൾ ഉത്സവ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പയ്യാനക്കൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വിപുലമായി നടന്നു. ഉത്സവ പൂജകളിലും ആഘോഷവരവിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ബേപ്പൂർ പയ്യാനക്കൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ജനുവരി 16, 17, 18 ദിവസങ്ങളിലായി നടന്നു. ദീപാരാധനയോടെയാണ് ഉത്സവ പരിപാടിക്ക് തുടക്കമായത്. താലപ്പൊലിക്ക് ശേഷം തിറയാട്ടങ്ങളും നടന്നു. ഉത്സവത്തോടനുബന്ധിച്ച് ഗണപതി ഹോമം, സർപ്പപൂജ, നാഗപ്രതിമ സമർപ്പണം, സ്വാമി പൂജ, ഗുരുപൂജ, ദേവിക്ക് പായസം, പ്രസാദ ഊട്ട്, പുള്ളുവൻപാട്ട്, ചുറ്റുവിളക്ക്, ദീപസ്തംഭം, ഗുരുതിതമർപ്പണം എന്നിവ വഴിപാടായി ഭക്തർ അർപ്പിച്ചു. ഗോദീശ്വര ക്ഷേത്രത്തിൽ നിന്നുള്ള കലശം വരവിലും തോട്ടുങ്ങൽ ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നുള്ള ആഘോഷവരവിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. വാർത്തകൾ ചുരുക്കത്തിൽ. ബേപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1985 SSLC ബാച്ചിന്റെ സംഗമം സൌഹൃദം 85 സ്കൂളിൽ നടന്നു. ഡോക്ടർ മഹറൂഫ് രാജ് ഉദ്ഘാടനം ചെയ്തു. ജീവിതശൈലി രോഗങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ മഹറൂഫ് രാജ് ക്ലാസ് എടുത്തു. അസോസിയേഷൻ മെമ്പർ താരാഭായ് ഉപഹാരം നൽകി. ചെയർമാൻ N. അനിൽകുമാർ, VP ഗണേശൻ, കൺവീനർ N. ആലിക്കോയ, ജോയിന്റ് കൺവീനർ T. സുധാകരൻ, V. ബിനു തുടങ്ങിയവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കലോത്സവം പാലക്കാടും കോഴിക്കോടും ഒപ്പത്തിനൊപ്പം, തൃശൂർ തൊട്ടുപിന്നിൽ. ഭാഷാ അധ്യാപകരെ പോലെ മറ്റുള്ള അധ്യാപകരെ കണക്കാക്കുമെന്നും മറ്റ് വിഷയങ്ങൾക്കും ഭാഷകൾക്കും നൽകുന്ന പരിഗണന സംസ്കൃതത്തിന് നൽകുമെന്നും മന്ത്രി അബ്ദുറബ്ബ്. അറബിക് സാഹിത്യോത്സവവും സംസ്കൃതോത്സവവും ആരംഭിച്ചു. കലോത്സവ ഊട്ടുപുരയിൽ വളയിട്ട കൈകൾ മാത്രം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Galaxy made of ABS material. പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.